പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂലൈ മാസം 13 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. അമേൻ. ഈ വർഷത്തിൻ്റെ പകുതി സമയം അമേൻ കർത്താവ് നമ്മളെ കൺമണി പോലെ സൂക്ഷിച്ചു. അമേൻ അമേൻ. കർത്താവ് നമ്മളെ കരുതി. ഈ പോയ പകൽക്കാലവും കർത്താവ് അത്ഭുതമായി നടത്തി. കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. കർത്താവെ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം 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 അപ്പ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് കർത്താവിന് സ്തോത്രം. ഞാൻ കിടന്നുറങ്ങി, കർത്താവ് എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു പിരിക്കുന്നത്. അതെ, കർത്താവിൻ്റെ കൃപയായി ഇന്ന് എഴുന്നേറ്റത്. അതിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്ന അങ്ങനെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കൺമണി പോലെ സൂക്ഷിക്കുന്നു കർത്താവിൻ്റെ കൃപകൾക്ക് നന്ദി പറയുന്ന കർത്താവെ, അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങ് നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങ് നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ആമേൻ, 7-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാമത്തെ ഭാഗത്ത്, ഞാൻ യഹോവയായ കർത്താവിൻ്റെ നീതിക്ക് തക്കോണം സ്തുതിക്കും, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. ആമേൻ. ഈ പ്രഭാതത്തിൽ നമുക്കും പാടാം, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. കൈകൾ ഉയർത്തി പറഞ്ഞ്, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഒന്നുകൂടെ പറഞ്ഞ്, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. ജൂലൈ മാസം ആമേൻ 13 ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാറട്ടെ, ഏറ്റവും സന്തോഷം തരുന്ന ദിവസമായി മാറട്ടെ. കർത്താവിന് ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ ഇന്ന് നടപ്പിലാകുന്ന ദിവസമായി മാറട്ടെ. അങ്ങയുടെ പ്ലാനുകൾ പ്രകാരം ആയിരിക്കാൻ ഇന്നത്തെ പകൽക്കാലം കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനായിട്ട് സ്തോത്രം. രോഗികൾ ഇന്ന് പകൽക്കാലം അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ സൗഖ്യത്തിലേക്ക് ആമേൻ രോഗികൾ ഇന്ന് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ അവസ്ഥകൾ മാറട്ടെ. രോഗം മാറി മാറി രോഗത്താൽ ബുദ്ധിമുട്ടുന്നവർ, കയ്യിലുള്ള പൈസ മുഴുവൻ ഹോസ്പിറ്റലുകളിൽ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇന്ന് യേശുവിൻ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം നടക്കട്ടെ. ആമേൻ. കുടുംബത്തിനകത്തുനിന്ന്, ഭവനങ്ങൾക്ക് അകത്തുനിന്ന് രോഗത്തിൻ്റെ അവസ്ഥകൾ വിട്ടുമാറി സ്വസ്ഥതയുടെ അനുഭവങ്ങൾ എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകട്ടെ. ആമേൻ. ശാരീരികമായ ഒരു സ്വസ്ഥത ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് വ്യാപരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, മറ്റ് പ്രയാസങ്ങൾ, ഭാരങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നവരുണ്ട്, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്നവരുണ്ട്. ഞങ്ങൾ അവർക്കായിട്ട് പ്രാർത്ഥിക്കുക. ദൈവിക സമാധാനവും സന്തോഷവും സ്വസ്ഥതയും എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് കൊടുക്കുന്നതിന് സ്തോത്രം. ആമേൻ. സാമ്പത്തികമായ ആവശ്യങ്ങൾ കർത്താവ് ഇടപെടണമേ. കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ വിഷയങ്ങളിൽ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും അങ്ങനെ വേല ചെയ്യുന്ന അഭിഷക്തദാസന്മാരെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ വേലയെ ഈ ദിവസങ്ങളിൽ വിശാലതയിലേക്ക് കൊണ്ടുവരുന്നതിന് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ലോകത്തെമ്പാടും ദൈവസഭ ശക്തി പ്രാപിപ്പാനും ആ മഹത്വം വെളിപ്പെടുത്തുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. നാളെ നടക്കുവാനുള്ള സഭായോഗങ്ങളിൽ വലിയ ദൈവിക ഇടപെടലുകളും ദൈവിക മഹത്വവും കാണുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരിക്കലൂടെ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ രക്തത്താൽ മുദ്ര വെക്കുന്നു. ദൈവിക സമാധാനവും സ്വസ്ഥതയും കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കണം.
പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി, ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സമാധാനവും സ്വസ്ഥതയും കർത്താവ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നത്, അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അന്ത്യകാലത്ത് കർത്താവിൻ്റെ വരവാസന്നമായിരിക്കുന്നതായ ഈ സമയത്ത് നമ്മുടെ ഉള്ളിലും മറ്റു പലരും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് അവൻ്റെ പ്രത്യക്ഷത. അതായത് മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യേ? ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കുഞ്ഞിലെ തൊട്ട് ഞങ്ങൾ കേൾക്കുക കർത്താവ് വരുന്നേ. പക്ഷേ കർത്താവ് എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് ദൈവമക്കളെ ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. പലപ്പോഴും പറയും നോഹയുടെ കാലഘട്ടത്തിലും ഇതുപോലൊക്കെ സംഭവിച്ചു. ഇപ്പം നമ്മൾ പറയുക കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു, കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊക്കെ ആരംഭത്തിലും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അന്നും ഇതുപോലൊക്കെ ഇടി മുഴങ്ങിയിട്ടുണ്ട്, ഭൂമി കുലുങ്ങിയിട്ടുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ക്ഷാമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ആ ഒരു ജനസമൂഹത്തിൻ്റെ നടുവിലാണ് ദൈവമക്കളെ ഞാനും നിങ്ങളും വസിക്കുന്നത്. പക്ഷേ ദൈവത്തെ അടുത്തറിഞ്ഞ അല്ലെങ്കിൽ കർത്താവുമായിട്ട് ഉള്ള ആ ബന്ധമുള്ളവർക്കറിയാം, ആമേൻ, ആ കാലഘട്ടം പോലല്ല ഈ കാലഘട്ടം. തിരുവചനം സസൂക്ഷ്മം പഠിക്കുന്നവർക്കറിയാം അന്നുണ്ടായ കാലഘട്ടം അല്ലെങ്കിൽ അന്നുണ്ടായ ലക്ഷണങ്ങളല്ല ഇന്നത്തെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ അന്നത്തേതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ്. ആമേൻ. അപ്പം അതുപോലെ ദൈവവചനം പഠിക്കുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കും കർത്താവിനെ അറിഞ്ഞവർക്കും തിരിച്ചറിവുള്ളവർക്കും ഒക്കെ അറിയാം കർത്താവിൻ്റെ വാഗ്ദത്തത്തെ കർത്താവ് ഒരിക്കലും മാറ്റത്തില്ല. ആമേൻ. ഉൽപ്പത്തി മുതൽ നമ്മൾ ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ എങ്ങും തൻ്റെ വാഗ്ദത്തം മാറ്റിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിശ്ചയമായിട്ടും കർത്താവ് മടങ്ങി വരും. അതുകൊണ്ട് ആ ഒരു ബോധത്തിലും വേണം ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഒരുങ്ങി വേണം ജീവിപ്പാൻ. ഏത് സമയത്തും എൻ്റെ കർത്താവ് മടങ്ങി വരും. ആ മടങ്ങി വരവെങ്കിൽ ഞാൻ എടുക്കപ്പെടുവാനുള്ളതാണ് എന്നുള്ള ആ വലിയ ബോധത്തോടുകൂടെ വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് കേട്ടോ. കർത്താവ് അതിനുവേണ്ടി എന്നെയും നിങ്ങളെ ഒരുക്കട്ടെ. ആമേൻ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ എത്ര പ്രാവശ്യമാണ് പറഞ്ഞത്? ആമേൻ. 7-ാം വാക്യത്തിൽ പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. അതാ കർത്താവ് പറയുക, ഇതാ ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം അല്ലെങ്കിൽ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് തിരുവെഴുത്തുകളിൽ എന്തു പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് അങ്ങ് ജീവിക്കുക. മടങ്ങി വരാമെന്ന് പറഞ്ഞവൻ മടങ്ങി വരിക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ ആരുമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, എങ്ങനെയുള്ള ആളുമായിക്കോട്ടെ, ദൈവവചനപ്രകാരം ജീവിക്കുക. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. ദിവസവും നിങ്ങൾ മറ്റുള്ളവരോട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് പറയുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയുക, യേശു മടങ്ങി വരും. എല്ലാവരും ഇപ്പം ഈ ലോകത്തിൽ ഈ പറഞ്ഞ പോലെ ടെക്നോളജികൾ ഡെവലപ്പായി, ഈ ലോകത്തിൽ ബുദ്ധി വർദ്ധിച്ചു. നമുക്കെല്ലാം അറിയാമല്ലോ. സമൂഹം എല്ലാം മാറി മറിഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവിൻ്റെ ഒരു ലക്ഷണമാണ് ഈ ബുദ്ധി വർദ്ധിക്കുക എന്ന് പറയുന്നത്. അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഓക്കെ, ഇതെല്ലാം നിൽക്കുമ്പോൾ നമുക്കിതൊക്കെ അങ്ങോട്ട് വിശ്വസിക്കാൻ പ്രയാസമാകുന്ന ഒരു ജനറേഷൻ്റെ നടുവിലാണ്. അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോടും പറഞ്ഞു കൊടുക്കണം കർത്താവ് മടങ്ങി വരും. ഭാര്യ ഭർത്താവിനോട് പറയണം, ഭാര്യയോട് പറയണം കർത്താവ് മടങ്ങി വരാറായി. നമ്മുടെ വായിൽ നിന്നും ആ ശബ്ദം തന്നെ മുഴങ്ങട്ടെ, കർത്താവ് മടങ്ങി വരാറായി. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലും പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു, അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. കർത്താവ് വരുന്നത് നാം ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി നിന്നതിന് പ്രതിഫലം തരുവാനായിട്ടാണ് കർത്താവ് വരുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും, നിങ്ങൾ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ സ്ഥിരമായി കേൾക്കുന്നവരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒരാൾ പോലും അവൻ്റെ വരവിങ്കിൽ കൈവിടപ്പെട്ടു പോകരുത്. അതുപോലെ തന്നെ വരവിങ്കിൽ നമ്മുടെ തല കുനിയാൻ പാടില്ല. അതുകൊണ്ട് ജീവിക്കുന്ന കാലം നമുക്കറിയത്തില്ല, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എത്രമാത്രം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാമോ, ആമേൻ, എത്രമാത്രം യേശുവിനെ ഉയർത്താമോ, കർത്താവ് ചെയ്ത നന്മകളെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാമോ, അത്രയും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് എന്നും സംസാരിക്കണം. യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് എന്നും സംസാരിക്കണം കേട്ടോ. എന്നും മക്കളോട് പറഞ്ഞു കൊടുക്കണം, കുടുംബാംഗങ്ങളോട് പറഞ്ഞു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂലൈ മാസം 13-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം.
കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. ആമേൻ. ഈ വർഷത്തിൻ്റെ പകുതി സമയം ആമേൻ കർത്താവ് നമ്മളെ കൺമണി പോലെ സൂക്ഷിച്ചു. ആമേൻ. ആമേൻ. കർത്താവ് നമ്മളെ കരുതി. ഈ പോയ പകൽക്കാലവും കർത്താവ് അത്ഭുതമായി നടത്തി. കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം 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 അപ്പ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന്